വികസനമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് കേരളം. മുൻവിധികളെ നിലംപരിശാക്കിയ ഒരു പതിറ്റാണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുതൽ കൊച്ചി വാട്ടർ മെട്രോ വരെ യാഥാർത്ഥ്യമാക്കിയ പ്രയാണം. നല്ല റോഡുകളിലൂടെ സഞ്ചാരവും എല്ലായിടത്തും വൈദ്യുതിയും, മെട്രോ റെയിലിലൂടെ യാത്രയും, ഗെയിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസും, കെ-ഫോണും കെ-റേസുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു ജനകീയ സർക്കാരിന്റെ 10 വർഷങ്ങൾ. അതിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടമാണ് വികസന തുടർച്ചയിലെ പ്രമുഖ നിർമ്മാണ പദ്ധതി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനകം ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം വിസ്മയമായി മാറിയിട്ടുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ അതീവ നിർണായകമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം. ഏകദേശം 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ടെർമിനൽ വിപുലീകരണം, ബ്രേക്ക് വാട്ടർ നിർമ്മാണം, യാർഡ് വികസനം, റെയിൽ റോഡ് കണക്ടിവിറ്റി, റെയിൽപാത, ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം തുടങ്ങിയവയെല്ലാം ലക്ഷ്യമിടുന്ന നിർമ്മാണത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനുവരി 24-ന് തുടക്കമിട്ടിരിക്കുന്നത്. ഈ പദ്ധതി നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടൊപ്പം 1.7 കിലോമീറ്റർ വരുന്ന അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനം കൂടി ഇരുവഴി നടക്കുകയാണ്. ഫെബ്രുവരിയോടുകൂടി കരമാർഗമുള്ള ചരക്ക് ഗതാഗതം മൂവ് ചെയ്യാൻ കഴിയുന്നു എന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിസ്മയമായി മാറിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭൂതപൂർവമായ മുന്നേറ്റങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. സാമ്പത്തിക രംഗത്ത്, അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, തൊഴിൽ രംഗത്ത് എല്ലാം ഉണ്ടാകുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് ഈ കേരളത്തെ സംബന്ധിച്ചോളം വികസന കുതിപ്പിലേക്ക് കടക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങളാണ്. 1ാം ഘട്ടത്തിലെ 800 മീറ്റർ നീളമുള്ള ബർത്തിന്റെ നീളം 2ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ ഗണ്യമായി വർദ്ധിപ്പിക്കും. കൂടുതൽ വലിയ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാൻ സൗകര്യമൊരുക്കുന്ന ബർത്തും, കടൽക്ഷോഭത്തിൽ നിന്നും തിരമാലകളിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായുള്ള പുലിമുട്ടിന്റെ നീളവും, കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കുന്നതിനുള്ള സ്റ്റാക്കിംഗ് യാർഡുകളുടെ വിസ്തൃതിയുമെല്ലാം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ ക്രെയിനുകളും ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും ഈ ഘട്ടത്തിൽ സജ്ജീകരിക്കുകയാണ്. നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നമുക്ക് 2 ബർത്താണുള്ളത്. അതായത് 800 മീറ്റർ ബർത്താണ് നിലവിലുള്ളത്. അപ്പോൾ 2 വലിയ മദർ വെസലുകൾ നമുക്ക് നമ്മുടെ തുറമുഖത്തിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് സേവനം നൽകുവാനായിട്ട് സാധിക്കും. ഇനി 1200 മീറ്റർ ബർത്ത് കൂടി നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും അടുത്ത ഘട്ടത്തിൽ. അതായത് 5 കപ്പലുകൾക്ക് സമാന്തരമായി തന്നെ നമുക്ക് സേവനം നൽകാനായി സാധിക്കും. അതിന് ആവശ്യമായിട്ടുള്ള ഭൂമി, 50 ഹെക്ടയർ ഭൂമി നമ്മൾ കടലിൽ നിന്നും തന്നെ വീണ്ടെടുക്കുകയാണ് ചെയ്യുക. അതിനാവശ്യമായിട്ടുള്ള ഈ സേവനം ഏറ്റവും മികവാർന്ന രീതിയിൽ നൽകുന്ന നമ്മുടെ ഓട്ടോമേറ്റഡ് ക്രെയിൻസ് ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളെല്ലാം വീണ്ടും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള 8 ഷിഫ്റ്റ് ഷോർ ക്രെയിൻസിന് അധികമായി ഇനി 12 ഷിഫ്റ്റ് ഷോർ ക്രെയിൻസ് കൂടി നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ഒപ്പം യാർഡ് ക്രെയിനുകളും അതുപോലെ തന്നെ 20-ലേറെ യാർഡ് ക്രെയിനുകൾ നമ്മൾ ഇനിയും വാങ്ങുന്നുണ്ട്. ഒപ്പം നമ്മുടെ പുലിമുട്ട് നിങ്ങളെല്ലാവരും കണ്ട് വിസ്മയിച്ചിട്ടുള്ള ഒരു എൻജിനീയറിംഗ് മാർവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പുലിമുട്ടിൻ്റെ നീളം ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഒരു 920 മീറ്റർ കൂടി പുലിമുട്ട് വർദ്ധിക്കും. അതായത് ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള പുലിമുട്ടായി അത് മാറാൻ പോവുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് നേട്ടങ്ങളിലേക്കുള്ള വിഴിഞ്ഞത്തിന്റെ ഇതുവരെയുള്ള യാത്ര അതുല്യമാണ്. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഉറച്ച നിലപാടുകളുമായിരുന്നു പ്രധാനം. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ തന്നെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഴിഞ്ഞം വെറും 10 മാസത്തിനുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് രാജ്യത്തെ ഏറ്റവും വേഗമേറിയ ട്രാഫിക് വളർച്ചയുള്ള തുറമുഖമായി ഉയർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാനും
ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് പോർട്ട് എന്ന അംഗീകാരം നേടാനും ഇതിനകം തുറമുഖത്തിന് സാധിച്ചു. ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് സർവീസ് മുതൽ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാരുടെ നിയമനം വരെ സാധ്യമാക്കി വികസനവും സാമൂഹിക പുരോഗതിയും കൈകോർക്കുന്ന മാതൃകയായി വിഴിഞ്ഞം മാറിയിരിക്കുകയാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് ചരക്ക് കപ്പലുകൾ സേവനം മാത്രമല്ലാതെ ഇനി നമ്മൾ കയറ്റുമതി ഇറക്കുമതിയും കൂടി ആരംഭിക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ചരക്ക് കൂടാതെ മറ്റ് കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് വരാൻ സാധിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനി സാധിക്കും. ഈ തുടർഘട്ട വികസനത്തിൽ നമ്മൾ മൾട്ടിപർപ്പസ് കാർഗോ ഉൾപ്പെടെയുള്ള മറ്റ് കപ്പലുകൾ വരുവാനുള്ള ബർത്തുകൾ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ലിക്വിഡ് കാർഗോ, ബൾക്ക് കാർഗോ, വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള ക്രൂസ് വെസൽസ് എന്നിവ വരാനും കൂടി നമുക്ക് ഇനി സാധ്യമാകും. അതിനും ആവശ്യമായിട്ടുള്ള ICP സ്റ്റേറ്റസ് ഉൾപ്പെടെയുള്ള മറ്റ് അനുമതികളെല്ലാം തന്നെ നാം കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തുറമുഖാധിഷ്ഠിതമായി വികസനോന്മുഖമായിട്ടുള്ള സർവ്വതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടർന്നും നാം വിഴിഞ്ഞത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, കർമ്മനിരതരായിരിക്കുകയാണ്. വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം പ്രദേശവാസികൾക്കായുള്ള പല സേവനങ്ങളും അവരുടെ ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനുള്ള പല മാറ്റേറുന്ന വികസന പ്രവൃത്തികളും ഇതിനോടൊപ്പം നടന്നു വരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം, രാജ്യത്തെ ചരക്ക് നീക്കത്തിന്റെ സിരാകേന്ദ്രം, പൂർണ്ണ സജ്ജമാകുന്നതിന് മുൻപ് തന്നെ ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം നേട്ടങ്ങളിലേക്കുള്ള കുതിപ്പ് തുടരുകയാണ്. 9 മാസത്തിനുള്ളിൽ 1 ദശലക്ഷം TEU കൈകാര്യം ചെയ്ത ഈ തുറമുഖം ലോക മാരിടൈം മേഖലയെ തന്നെ ഇതിനകം വിസ്മയിപ്പിച്ചു കഴിഞ്ഞു. പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം സ്ഥാപിതശേഷി മറികടക്കുന്ന ലോകോത്തര തുറമുഖം. അതാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ മേൽവിലാസം. വികസന പ്രവർത്തനത്തിൽ ഏറ്റവും അധികം പ്രാമുഖ്യം നൽകുന്ന ഒരു സർക്കാർ തീർച്ചയായും ചെയ്യേണ്ടുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് എന്നത് വിഴിഞ്ഞത്തിൻ്റെ കരാർ പ്രകാരം ഈ തുടർ വികസനമെല്ലാം 2045 കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളതിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് പുതിയ ഒരു സപ്ലിമെൻ്ററി കരാർ കൺസെഷനെയറുമായി ഒപ്പുവെച്ച് 2028 കൂടി തന്നെ തുടർ വികസനമെല്ലാം പൂർത്തീകരിച്ച് സമ്പൂർണ്ണ ഒരു തുറമുഖമായി നാം മാറുകയാണ് എന്നുള്ള സുപ്രധാനമായ ഒരു ശുഭകരമായ വാർത്തയാണ് നമ്മൾ കേരള ജനതയ്ക്ക് സമ്മാനിക്കുന്നത്. ലോകത്തെ ഏതൊരു തുറമുഖത്തെയും മോഹിപ്പിക്കുന്ന മുന്നേറ്റവുമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ പുരോഗതി. പ്രതിവർഷം 10 ലക്ഷം TEU സ്ഥാപിത ശേഷിയുള്ള ഒന്നാം ഘട്ടം 2024 ഡിസംബർ 3 പ്രവർത്തനക്ഷമമാക്കിയ വിഴിഞ്ഞത്ത് ചുരുങ്ങിയ കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീനയടക്കം വരവേറ്റ് കഴിഞ്ഞു. ഇതിനകം 500-ലേറെ കപ്പലുകൾക്ക് നങ്കൂരമൊരുക്കിയും ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC ടർക്കിയ, ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റുള്ള കണ്ടെയ്നർ കപ്പലായ MSC വെറോണ എന്നിവയ്ക്ക് ബർത്തൊരുക്കിയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജേർഡ് സർവീസും ആഫ്രിക്കൻ സർവീസും ആരംഭിച്ചും വിഴിഞ്ഞം ലോകോത്തര തുറമുഖങ്ങൾക്ക് മാത്രം സ്വന്തമാക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. ദുബായിലോ കൊളംബോയിലോ ഒന്നും ഇതുവരെ എത്തിച്ചേരാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകൾ MSC 399.9 മീറ്റർ നീളവും 63 മീറ്റർ വീതിയുമുള്ള ഏറ്റവും വലിയ കപ്പൽ MSC വെറോണയും അതുപോലെ MSC ടർക്കിയും MSC ഐറീനയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഈ കാലഘട്ടത്തിൽ വന്നുപോയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിൽ ഏതാണ്ട് 42ഓളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. കൺസഷൻ കരാർ പ്രകാരം ആദ്യ വർഷം ആകെ 3 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നായിരുന്നു കണക്കുകൂട്ടിയിരുന്നതെങ്കിലും അതിൻ്റെ 3 ഇരട്ടിയിലേറെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ അതിൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നാൽ
വർഷാന്ത്യത്തിൽ 13 മുതൽ 14 ലക്ഷം വരെ TEU കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് തുറമുഖം പ്രതീക്ഷിക്കുന്നത്. അതിലൂടെ ചരക്കുകൾക്കുമേൽ GST ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്ന വരുമാനം 100 കോടിയോളമാകും. യൂറോപ്പ്, US, ആഫ്രിക്ക, ചൈന അടക്കമുള്ള ലോകോത്തര പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങിയതോടെയാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗതയും പ്രതീക്ഷയും ഈ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ നൂതനമായിട്ടുള്ള വികസന മാതൃകയായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മാരിടൈം സെക്ടറിലുള്ള വികസനത്തിൻ്റെ മുഖമുദ്രയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോക ഭൂപടത്തിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതെടുത്തു പറയുവാനുള്ള കാരണം നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1 മില്യൺ TEUസിലേറെ ചരക്ക് നീക്കം നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 500 കപ്പലുകൾ നമ്മുടെ തുറമുഖത്തിൽ അനായാസേന നങ്കുരമിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ള സേവനം കൈപ്പറ്റി രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ചരക്ക് കയറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്തേക്കുള്ള റോഡ് കണക്ടിവിറ്റി സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതിനാണ് 5000 കോടി രൂപ ചെലവിൽ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നടപ്പിലാക്കുന്നത്. 65% ചെലവും സംസ്ഥാനം വഹിക്കുന്ന ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യാന്തര തുറമുഖത്തിന്റെ കരവഴിയുള്ള ചരക്ക് നീക്കവും തുറമുഖ പരിസരം ഉൾപ്പെട്ട മേഖലയുടെ വികസനവുമാണ് യാഥാർത്ഥ്യമാകുന്നത്. തുറമുഖ റോഡ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന ജോലികൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതിനു പിന്നാലെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കൂടി ആരംഭിക്കുന്നതോടെ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിനും ഇവിടെ ജീവൻ വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ വികസന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന ഗേറ്റിൽ നിന്നാണ് ആ ഭാഗത്തു നിന്നാണ് റിംഗ് റോഡ് ആരംഭിക്കുന്നത്. റിംഗ് റോഡ് ഏകദേശം നമ്മുടെ ജില്ലാ അതിർത്തി വരെ എത്തിച്ചേരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വികസന ഹബ്ബുകൾ വരുന്നുണ്ട്. വ്യവസായം വലിയ രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ആകെ മനസ്സുകളിലുണ്ട്. ഈ റിംഗ് റോഡിനെ പറ്റി പറയാൻ വരികയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തിനും അതിലുപരി രാജ്യത്തിനും വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു റോഡാണ്. ഈ റോഡ് ഒരു കാരണവശാലും നിർത്തൽ ചെയ്യാൻ പാടില്ല. KRCL തയ്യാറാക്കിയ DPR പ്രകാരം 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽ പാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഈ പാതയുടെ 9.02 കിലോമീറ്റർ ദൂരവും ടണലിലൂടെയാണ് കടന്നുപോകുന്നത്. 5.526 ഹെക്ടർ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ 1482.92 കോടി രൂപയാണ് റെയിൽ പാതയ്ക്കായുള്ള ആകെ പദ്ധതി ചെലവായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. ഈ റെയിൽ പാത സ്ഥാപിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചരക്കുകൾ റെയിൽ മാർഗം വിഴിഞ്ഞം തുറമുഖത്തിലെത്തിച്ച് കയറ്റുമതി ഇറക്കുമതി ചെയ്യുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ റോഡ് വഴിയുള്ള ഗതാഗത ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ടവർക്കുള്ള തൊഴിലവസരങ്ങൾ, ഈ കസ്റ്റംസ് ക്ലിയറൻസ്, ഈ ദേശത്തെ അതായത് ഒരു അവർക്കൊരു പർട്ടിക്കുലർ ഒരു ദൂരമുണ്ടാകും. ഈ ദൂരത്തിനകത്താണ് ഈ കണ്ടെയ്നറൊക്കെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നത്. ഓഫീസുകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വ്യവസായങ്ങളും പിന്നെ മറ്റുള്ള കണ്ടെയ്നറുകൾ, ഇവിടെ യാർഡുകളും അങ്ങനെയുള്ള ഒട്ടനവധി ഈ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവിധ തൊഴിലവസരങ്ങൾക്കും ഒരു ആക്കം കൂട്ടുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതിയുടെ പൊതുജനങ്ങളിൽ എത്തുന്ന ഒരു മാർഗമാണ് ഈ ഗേറ്റ് വേ. വിഴിഞ്ഞത്ത് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്കും സർക്കാർ അരങ്ങൊരുക്കുകയാണ്. അതിനായി ആദ്യഘട്ടത്തിൽ 3000 ഏക്കർ ഭൂമിയാണ് കേരളം ഏറ്റെടുക്കുന്നത്. തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി ഇതിനകം കണ്ടെത്തിയ 2000 ഏക്കർ ഭൂമി വിസിൽ, കിൻഫ്ര,
KSITL തുടങ്ങിയ ഏജൻസികളാണ് ഏറ്റെടുക്കുന്നത്. 40 കമ്പനികളാണ് വിഴിഞ്ഞം മേഖലയിൽ ഭൂമി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കലും വ്യവസായങ്ങൾ ഏതൊക്കെയായിരിക്കണമെന്നതും നിശ്ചയിക്കാൻ കൺസൾട്ടന്റിനെ നിയമിക്കുന്ന സർക്കാർ റോഡുകൾ, സ്ഥലങ്ങൾ, ഭൂമി ഏറ്റെടുക്കുന്നതിന് സ്വീകരിക്കേണ്ട രീതി, ഗുണകരമായ കമ്പനികളും സ്ഥാപനങ്ങളും എന്നിവ സംബന്ധിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് കേരള സർക്കാരിൻ്റെ വിവിധ വികസന ഏജൻസികൾ, അതിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഉണ്ട്, കിൻഫ്ര ഉണ്ട്, KSIDC ഉണ്ട്, ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്, കിഫ്ബി ഉണ്ട്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം കൈകോർത്ത് പിടിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ തെക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ ആദ്യം തുടക്കം കുറിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലോടുകൂടി ഏകദേശം 1000 ഏക്കർ ഭൂമി വരെ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. ഈ ഭൂമി വ്യവസായികൾക്ക് നൽകി ലോജിസ്റ്റിക് സംവിധാനങ്ങളും വിവിധ തരത്തിലുള്ള വ്യാവസായിക ശാലകളും ഇവിടെ യാഥാർത്ഥ്യമാക്കുമെന്നുള്ളതാണ്. 2028 തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മുറയ്ക്ക് ഈ സമീപ പ്രദേശത്തുള്ള വ്യാവസായിക വികസനവും യാഥാർത്ഥ്യമാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. വിവിധ മാരിടൈം സേവനങ്ങൾ, കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുവാൻ ബങ്കറിംഗ്, ലോജിസ്റ്റിക് പാർക്കുകൾ, കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നീ മേഖലകളിൽ അനന്ത സാധ്യതകളാണ് വിഴിഞ്ഞം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. തുറമുഖാധിഷ്ഠിത വ്യവസായവൽക്കരണത്തിന് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ലോജിസ്റ്റിക് പാർക്കുകൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് ജന്മദേശത്ത് തൊഴിൽ ലഭ്യമാകുന്നത്. പ്രത്യക്ഷമായി 3 ലക്ഷത്തോളം പേർക്കും 10 മടങ്ങ് പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഈ രംഗത്തെ കേരളത്തിൻ്റെ പ്രതീക്ഷ. ഞാൻ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാഷറിംഗ് ആണ് പഠിക്കുന്നത്. ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അവർക്ക് വിഴിഞ്ഞം പോർട്ടിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലേസ്മെൻറ്റോട് കൂടിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ പഠിക്കുന്നത്. ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയെന്നല്ല, ഉറപ്പാണ്, ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അതായത് ജോലി സാധ്യത ഉറപ്പായിട്ടുള്ള, അതായത് വിഴിഞ്ഞം ഇപ്പോൾ ഇൻ്റർനാഷണൽ പോർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ചെറുപ്പക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ജോലി സാധ്യത ഉറപ്പ് പറയുന്ന ഒരു കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്. വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ജോലി ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വാസം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ ഒരു ജോലി കിട്ടുന്നത് തന്നെ ഒരു വലിയൊരു അഭിമാനകരമായ നിമിഷമായിട്ട് ഞാനിത് കാണുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഇതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ടിൽ നിലവിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഒരുപാട് ചെറുപ്പക്കാർ മറ്റു തൊഴിലുകളൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കും നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ 1ാം ഘട്ട പാരിസ്ഥിതിക അനുമതിയുടെ വ്യവസ്ഥകളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന വിഷയമാണ് നിലവിലെ മത്സ്യബന്ധന തുറമുഖ നവീകരണം. നിലവിലെ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരിച്ച് ആവശ്യമായ സൗകര്യങ്ങളോടുകൂടിയും ആവശ്യമായ അധിക ഫിഷ് ലാൻഡ് സൗകര്യങ്ങളും ബർത്തുകളും ഇതര സൗകര്യങ്ങളും സ്ഥാപിക്കുവാനുള്ള പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പും വിസിലും ചേർന്ന് ഇവിടെ നടപ്പിലാക്കുകയാണ്. നിരവധി ലോജിസ്റ്റിക്സ് കമ്പനികളുമായി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഷിപ്പിംഗ് ഹാർബർ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനകം 114.3 കോടി രൂപ ജീവനോപാധി നഷ്ടപരിഹാരം എന്ന നിലയിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായും ചെലവഴിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന ഭാരതത്തിലെ പ്രധാന തുറമുഖങ്ങളെ മറികടന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കുതിക്കുകയാണ്. അതിലൂടെ ആഗോള വിപണിയിലേക്കുള്ള ഭാരതത്തിന്റെ ഗേറ്റ് വേ ആയി നമ്മുടെ കേരളം മാറുകയാണ്.
ഇതര ഭൂഖണ്ഡങ്ങളിലേക്ക് നേരിട്ട് കപ്പൽ സർവീസുള്ള ഏക ഭാരതീയ തുറമുഖം എന്ന ഖ്യാതിയും സ്വന്തമാക്കിയുള്ള ഈ മുന്നേറ്റം 2028 തുറമുഖ നിർമ്മിതി പൂർത്തിയാകുന്നതോടെ കൂടുതൽ മികവുറ്റതാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലൂടെ വ്യവസായ വാണിജ്യ വികസന മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാകും വിഴിഞ്ഞത്തിന്റെ ചിറകിൽ ആഗോള വ്യാപാര മേഖലയിൽ കേരളം സ്ഥാനമുറപ്പിക്കുന്നത്. ചിറകടി ഉയരുകയായി അഭിനവ വികസ്വര കേരള ഭൂവിൽ പുലരികൾ വിടരുകയായി ഉയർന്നു പറന്നു വളർന്ന നാടിൻ സുഗത സഞ്ചാരമരുളി നീളുന്ന സുഗമ പാതകൾ തിരമുറിച്ചിങ്ങു തീരമണയുന്ന സ്വപ്ന നൗകകൾ സുഗത സഞ്ചാരമരുളി നീളുന്ന സുഗമ പാതകൾ തിരമുറിച്ചിങ്ങു തീരമണ